ഹലോ. അപ്പോൾ ഇന്നലെ നമ്മൾ പൂക്കളിട്ടില്ലേ, പൂക്കളിട്ട സ്ഥിതിക്ക് നമ്മൾ സദ്യ ഉണ്ടാക്കാണ്ട് പോക്ക് മോശമല്ലേ? അത് സദ്യ ഇഷ്ടമുള്ള ഞാൻ. അപ്പം നമുക്കിന്ന് ക്ലേ വെച്ചിട്ടൊരു മിനിയേച്ചർ സദ്യ ഉണ്ടാക്കിയാലോ? പിന്നെ വിഭവ അതെന്തെങ്കിലും ആവട്ടെ, ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നല്ലേ പറയല്, അപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. എന്നാലും എൻ്റെ സദ്യയിൽ ഒരു 10-12 വിഭവം ഉണ്ട്. പിന്നെ ഓലം വന്നു, തോരൻ വന്നു, കാളം വന്നു. ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് ഞാൻ അതൊന്നും ഉണ്ടാക്കുന്നില്ലേ. പിന്നെ നിങ്ങൾ ഓണപ്പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു? അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പകുതിയിലേറെ ആൾക്കാർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബോ ഒരു ലൈക്കോ തരാണ്ടാണ് വീഡിയോ കാണുന്നത്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടായിട്ടാണോ അല്ല അത് വിട്ടുപോകുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ലേ. പിന്നെ ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് നിങ്ങൾ ഓരോ കമൻറ്റും ലൈക്കും എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുമേ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ഉണ്ടാക്കുന്നത് ചോറ്, സാമ്പാർ, പപ്പടം, പഴം, ചിപ്സ്, പായസം, അവിയൽ, പിന്നെ മോര്, പിന്നെ ബീട്രൂട്ട് കിച്ചടി, പൈനാപ്പിൾ കിച്ചടി, കൂട്ടുവറവ്, പിന്നെ തോരൻ. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഷടപടേ എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇതാ സാമ്പാർ, ഇതാ അവിയൽ എന്നൊന്നും ആരും ചോദിക്കല്ലേ. എനിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിത് ഓരോ സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇലയിൽ ഓരോ സാധനം അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഞാൻ വിചാരിച്ചതുപോലെയല്ല. ഫൈനൽ ലുക്ക് എന്തായാലും നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ സദ്യ എങ്ങനെയുണ്ട്? അടിപൊളി ആയിട്ടില്ലേ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും തന്നെ. പോട്ടെ, ബൈ.